നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപിക്കെതിരെ വീണ്ടും കള്ളപ്പണ ആരോപണവുമായി മുൻ ഓഫീസ് സെക്രട്ടറി. അടിസ്ഥാന വിരുദ്ധമെന്ന് ബിജെപി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഹോട്ടൽ, മറ്റ് ഭക്ഷണ വിതരണശാലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. കള്ളുഷാപ്പിൽ അതിക്രമം. മാനേജരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കൊടകര വട്ടേക്കാട് കൊലപാതക കേസിലെ പ്രതിയായ സുധീഷും 2 കൂട്ടാളികളും അറസ്റ്റിൽ. പ്രതികൾ റിമാൻഡിലേക്ക്. ചേർപ്പിൽ ട്രാഫിക് ഡ്യൂട്ടിക്കിടെ ഹോംഗാർഡിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ബിജെപിക്കെതിരെ വീണ്ടും കള്ളപ്പണ ആരോപണവുമായി മുൻ ഓഫീസ് സെക്രട്ടറി. അടിസ്ഥാന വിരുദ്ധമെന്ന് ബിജെപി. തെരഞ്ഞെടുപ്പ് കാലത്ത് 25 കോടിയോളം രൂപയുടെ കള്ളപ്പണം തൃശൂരിലെ ബിജെപി ഓഫീസിൽ എത്തിയതായി വെളിപ്പെടുത്തൽ. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ 17 ചാക്കുകളിലായാണ് പണം കൊണ്ടുവന്നതെന്നും ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി അക്ഷയ് മാധ്യമങ്ങളോട് പറഞ്ഞു. ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ 2ാം നിലയിലും ഗാന്ധിനഗറിലെ വീട്ടിലുമായാണ് ഈ പണം സൂക്ഷിച്ചിരുന്നത് എന്നും അക്ഷയ് പറഞ്ഞു. നേരത്തെ ലക്ഷങ്ങളുടെ ഫണ്ട് വെട്ടിപ്പ് ബിജെപിയിൽ നടക്കുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശൂരിൽ ബിജെപിയെക്കുറിച്ചും വെളിപ്പെടുത്തലുണ്ടായത്. അതേസമയം അക്ഷയുടെ ആരോപണം ബിജെപി തൃശൂർ ജില്ലാ നേതൃത്വം നിഷേധിച്ചു. സ്വഭാവദൂഷ്യത്തിന്റെ പേരിലാണ് അക്ഷയിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. റിസൾട്ട് വരുന്നതിന്റെ തലേന്റെ തലേദിവസം ഒരു ഫസ്റ്റ് ഈ മുരളി കൊളങ്ങാട്ടിന്റെ ഇന്നോവ വരികയും അതിന്റെ പിന്നിൽ സംഘടനാ സെക്രട്ടറിയുടെ ഇന്നോവ വരികയും അതിൽ നിന്ന് സംഘടനാ സെക്രട്ടറിയുടെ ഡ്രൈവർ 17 ചാക്കുകളോളം പൈസ ഇറക്കി മേളിലേക്ക് കയറ്റുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന 17 ചാക്കാണ്. അതിന് മുൻപും പിൻപുമായിട്ട് അവിടെ ഒരുപാട് ഇടപാടുകൾ നടന്നിട്ടുണ്ട്. 25 കോടിയേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് എടുത്തിരിക്കുന്ന എമൗണ്ട് ഒരു 20-25 വരും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഹോട്ടൽ, മറ്റ് ഭക്ഷണ വിതരണശാലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. ശുചിത്വ മാനദണ്ഡങ്ങൾ, സുരക്ഷിത ഭക്ഷണ വിതരണം, മാലിന്യ സംസ്കരണം, പൊതുജനാരോഗ്യ മാനദണ്ഡങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിനൊപ്പം പുകയില നിയന്ത്രണ നിയമമായ COTPA പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നും പരിശോധന നടത്തി. പരിശോധനയിൽ നിയമവിരുദ്ധമായി പുകയില ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചതിനും നിരോധിത സ്ഥലങ്ങളിൽ പുകവലി അനുവദിച്ചതിനും നിയമാനുസൃതമായി നിശ്ചിത മാതൃകയിൽ നിർബന്ധമായി സ്ഥാപിക്കേണ്ട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാതിരുന്നതിനും ഉൾപ്പെടെയുള്ള COTPA നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും 9 സ്ഥാപനങ്ങളിൽ നിന്ന് 1800 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. തുടർന്ന് ഇത്തരത്തിലുള്ള പരിശോധനകൾ കർശനമായി തുടരുമെന്നും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രാദേശിക പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ R രാഖി അറിയിച്ചു. പരിശോധനയ്ക്ക് ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു C ജേക്കബ്, എടത്തിരുത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VM ലിനി, MS രബിത, KS ആനന്ദ്, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ PB കീർത്തി എന്നിവർ നേതൃത്വം നൽകി. കള്ളുഷാപ്പിൽ അതിക്രമം. മാനേജരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കൊടകര വട്ടേക്കാട് കൊലപാതക കേസിലെ പ്രതിയായ സുധീഷും 2 കൂട്ടാളികളും അറസ്റ്റിൽ. പ്രതികൾ റിമാൻഡിലേക്ക്. കൊരട്ടി മേലൂർ വില്ലേജ് പുലാനിയിലുള്ള കള്ളുഷാപ്പിൽ മാനേജരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് 2 സെഷൻ റൌഡികളെയും കൂട്ടാളികളെയും കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള മേലൂർ പുലാനി സ്വദേശി തെക്കൂടൻ വീട്ടിൽ അൻവിൻ, കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള കൊടകര വട്ടേക്കാട്ട് കല്ലിങ്ങപ്പുറം സ്വദേശി സുധീഷ്, പുതുക്കാട് ആനന്ദപുരം നെടുമ്പുള്ളി വീട്ടിൽ സുബീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ബൈക്കിലെത്തിയ പ്രതികൾ കള്ള് ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ കയ്യിൽ പണം ഇല്ലെന്ന് മനസ്സിലാക്കിയ ഷാപ്പ് മാനേജർ പണം തന്നതിനു ശേഷം കള്ള് കുടിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ വൈരാഗ്യത്താൽ പ്രതികൾ ഷാപ്പിൽ വെച്ചിരുന്ന കള്ള് മറിച്ചു കളയുകയും കുപ്പികൾ പൊട്ടിക്കുകയും വാതിൽ ചവിട്ടി പൊളിച്ച് 5000 രൂപയുടെ നാശനഷ്ടം വരുത്തുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച ഷാപ്പ് മാനേജറായ കുറ്റിച്ചിറ കുണ്ടുകുഴിപ്പാടം സ്വദേശി തെക്കുടൻ വീട്ടിൽ മനോഹരനെ പ്രതികൾ കുപ്പികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. പ്രതികളെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കൊരട്ടി പോലീസ് പിടികൂടിയിരുന്നു. ചേർപ്പിൽ ട്രാഫിക് ഡ്യൂട്ടിക്കിടെ ഹോംഗാർഡിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ.
കരുവന്നൂർ കൊച്ചാത്ത് വീട്ടിൽ സോഹിൻ, കോഴിക്കോട് തോടന്നൂർ നിതിലാലയം വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 20-ന് പാലക്കൽ സെന്ററിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് ഹരിദാസിനെ കാറിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയായിരുന്നു. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സോഹിൻ ഇരിങ്ങാലക്കുട ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 വധശ്രമ കേസുകളിൽ പ്രതിയാണ്. ചേർപ്പ് CI KN മനോജ്, SI മൗഷമി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൃശൂരിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും 2 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത പ്രതി പിടിയിൽ. പുല്ലഴി ഒളരിക്കര സ്വദേശിയായ പുതുശ്ശേരി വീട്ടിൽ PS സുബിൻ എന്നയാളെയാണ് വിയ്യൂർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 2024 ഓഗസ്റ്റ് മുതലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി യുവതിയെ ഫോൺ മുഖേന പരിചയപ്പെട്ട് തനിക്ക് ക്ഷേത്രമുണ്ടെന്നും പൂജയിലൂടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാമെന്നും വിവാഹം കഴിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് സ്ത്രീയെ പല സ്ഥലങ്ങളിലായി ലൈംഗികമായി പീഡിപ്പിക്കുകയും 2,10,000-ഓളം രൂപ വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുകയുമായിരുന്നു. ഇക്കാര്യത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിയ്യൂർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും തൃശൂർ നെടുമ്പാശ്ശേരി എന്നിവിടങ്ങളിലും വെച്ചാണ് പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചത്. അന്വേഷണത്തിൽ പ്രതിയെ നാട്ടിൽ കണ്ടെത്താനാകാത്തതിൽ അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തിലുള്ള അന്വേഷണത്തിൽ പ്രതി ബാംഗ്ലൂരിലുണ്ടെന്നും കണ്ടെത്തുകയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPSന്റെ നിർദ്ദേശത്തിൽ ബാംഗ്ലൂരിലെത്തിയ അന്വേഷണ സംഘം പ്രതി ആർമിയിലെ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുകയും ബാംഗ്ലൂരിലെ ക്യാമ്പിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്ത് നാട്ടിൽ എത്തിക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ KM മഹേഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ AV സജീവ്, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ഭദ്രൻ, അനുപമ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കൈവിലങ്ങുമായി വധശ്രമ കേസ് പ്രതി രക്ഷപ്പെട്ടു. പുന്നയൂർകുളം സ്വദേശി മുഹമ്മദ് ഷിഫാനാണ് രക്ഷപ്പെട്ടത്. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി വടക്കേക്കാട് ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു സംഭവം. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എരുമപ്പെട്ടിയിൽ തനിച്ചു താമസിക്കുന്ന വയോധികയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശി എലിക്കോടൻ വീട്ടിൽ ദിൽജിത്താണ് പിടിയിലായത്. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ ബിവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. കഴിഞ്ഞ 12-നാണ് കവർച്ച നടന്നത്. പകൽ സമയത്ത് വീട്ടിലേക്ക് കയറിയ മോഷ്ടാവ് കട്ടിലിൽ കിടക്കുകയായിരുന്ന ബിവാത്തുവിന്റെ കഴുത്ത് ഞെരുക്കി മാല ഊരിയെടുക്കുകയായിരുന്നു. മോതിരം ഊരിയെടുക്കാനുള്ള പിടിവലിയിൽ മോഷ്ടാവ് ബിവാത്തുവിന്റെ കൈപിടിച്ച് തിരിച്ചതിനെ തുടർന്ന് വിരലുകൾക്ക് പരിക്കേറ്റു. പ്രദേശത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പോലീസ് ജീപ്പിന് പിഴയിട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി. മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജുവിനെയാണ് മാറ്റിയത്. മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജുവിനെയാണ് മാറ്റിയത്. അയ്യന്തോളിലെ RTO ഓഫീസിലേക്കാണ് മാറ്റിയത്. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ എൻഫോഴ്സ്മെന്റ് ജോലികളിൽ നിയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ജീപ്പിനാണ് ബിജു പിഴ ചുമത്തിയത്. ഇൻഷുറൻസ് പുക പരിശോധനാ രേഖകൾ കൈവശമില്ലാത്തതിന്റെ പേരിൽ 4,000 രൂപയാണ് പിഴ ചുമത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പരിവാഹൻ സൈറ്റിൽ വിവരങ്ങൾ കൃത്യമായിരുന്നില്ല. പിഴയിട്ട കാര്യം വാർത്തയായതോടെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി സേനയ്ക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ആരോപിച്ച് പോലീസ് ബിജുവിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. പോലീസ് ജീപ്പിന് പിഴയിട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നടപടി അമിതാവശ്യമാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പ്രതികരിച്ചു. നീറ്റ് നെറ്റ് പരീക്ഷകൾ അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് ഭണ്ഡാരത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ N കുമാർ, ജോൺ വട്ടക്കാവിൽ, വിനോദ് മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് ടൗണിൽ റോഡ് ഉപരോധിച്ചു. നേതാക്കളായ KM ഷിഹാബ്, അക്ബർ ചേറ്റുവ, KB ബിജു, PK കബീർ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചെന്തമഴിച്ചൊല്ലിന്റെ അഴകിൽ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക ചോതി മഹോത്സവം ആഘോഷിച്ചു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 100 കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾ ക്ഷേത്രനഗരിക്ക് ആത്മീയ അനുഭവമായിരുന്നു. കർക്കിടക ജ്യോതി ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ വടക്കേ നടപ്പന്തലിൽ തമിഴ് ഭക്തരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടന്നു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുന്ദരമൂർത്തി നായനാരുടെയും ചേരമാൻ പെരുമാളിന്റെയും പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷമാണ് വിശേഷാൽ പൂജകൾ നടന്നത്.
സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളും തിരുവഞ്ചിക്കുളത്തു നിന്ന് വെള്ളാനപ്പുറത്തും കുതിരപ്പുറത്തും കയറി കൈലാസത്തിലേക്ക് പ്രയാണം നടത്തിയെന്ന വിശ്വാസത്തെ അനുസ്മരിച്ചാണ് നൂറ്റാണ്ടുകളായി കർക്കിടകത്തിലെ ചോതി നാളിൽ ഈ ഉത്സവം നടക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ നവീകരിച്ച IT ലാബിന്റെ ഉദ്ഘാടനം നടന്നു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സ്വപ്ന രാജീവ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം KV പവിത്രൻ, പ്രധാന അധ്യാപകൻ KA സനീഷ്, സ്റ്റാഫ് സെക്രട്ടറി വിജി ഷൈൻ, MPTA പ്രസിഡന്റ് അശ്വതി ശ്യാംലാൽ, IOS അംഗങ്ങളായ അബ്ദുൽ ഗഫൂർ, അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ തേക്കുംകര മേപ്പാടത്ത് 5 ലിറ്റർ ചാരായവുമായി ഒരാൾ പിടിയിൽ. മേപ്പാടം വെട്ടിയാറ വീട്ടിൽ മോഹൻദാസിനെയാണ് പ്രിവന്റീവ് ഓഫീസർ TG രഞ്ജിത്തും സംഘവും അറസ്റ്റ് ചെയ്തത്. ബ്യൂട്ടി സിൽക്സ് തൃപ്രയാർ 14ാം വാർഷികം ആഘോഷിച്ചു. ഉപഭോക്താക്കളുടെ വിശ്വാസവും പിന്തുണയും കരുത്താക്കി മുന്നേറുന്ന ബ്യൂട്ടി സിൽക്സ് തൃപ്പയാർ തങ്ങളുടെ 14ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഓണം സ്പെഷ്യൽ സാരി, ചുരിദാർ വിഭാഗങ്ങൾ സന്ദർശിച്ച MLA ഒരുക്കങ്ങളെയും വൈവിധ്യമാർന്ന കളക്ഷനുകളെയും അഭിനന്ദിച്ചു. ചടങ്ങിൽ CEO റാസിഖ് സെയ്ദ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. ജനറൽ മാനേജർ അബ്ദുള്ള സെയ്ദ് നദ്വി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാഹിത്യകാരൻ ബാപ്പു വൽപ്പാട് ആശംസകൾ നേർന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ നേതൃത്വത്തിൽ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം ഉയർത്തിപ്പിടിച്ച ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് കൂടുതൽ മിഴിവേകി. തുടർന്ന് വിവിധ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സ്റ്റാഫ് അംഗങ്ങളുടെ മക്കളെ മൊമെന്റോ നൽകി ആദരിച്ചു. ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ഒരുമിപ്പിച്ച ആഘോഷം സാമൂഹിക പ്രതിബദ്ധതയും കുടുംബ മൂല്യങ്ങളും ഉയർത്തിക്കാട്ടുന്നതായി മാറി. ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഓണം ഓഫറുകളും പുതിയ സാരി, ചുരിദാർ കളക്ഷനുകളും അവതരിപ്പിച്ചുകൊണ്ടാണ് ബ്യൂട്ടി സിൽക്സ് തൃപ്പയാർ 14ാം വാർഷികാഘോഷം ശ്രദ്ധേയമാക്കിയത്. ഹൃദയഭാഗത്ത് ഇത്രമാത്രം ജനകീയമായിട്ട് ബ്യൂട്ടി സിൽക്ക് എന്ന് പറയുന്ന സ്ഥാപനം ഈ തീരദേശത്തെ ഓരോ ജനങ്ങളുടെയും ഹൃദയത്തിലുണ്ട്. ഞാനതിനെ പറയാനുള്ള വലിയൊരു അർത്ഥമുണ്ട്. പലപ്പോഴായും ഞാൻ തന്നെ ഇവിടെ കയറി വരുമ്പോഴും ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു സമീപനം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ്. നിങ്ങളോട് നിങ്ങളെ ഇരുത്തിക്കൊണ്ട് മുഖസ്തുതി പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ ബിഹേവിയർ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് പോകാനുള്ള കാരണം. പലപ്പോഴായിട്ടും പല രീതിയിലും പല ഘട്ടങ്ങളായിട്ട് എൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളും ബന്ധങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഞാൻ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരൊക്കെ പറയും അവിടെ പോയാൽ നല്ലതാണ്, ഇരിക്കാൻ പറയും. പിന്നെ അത് മാത്രമല്ല, നമുക്കിഷ്ടമുള്ള തരത്തിൽ അവർ നമ്മളായിട്ട് സഹകരിക്കും. ഇതൊക്കെ ഒരു അഭിപ്രായം കിട്ടണമെങ്കിൽ ഒരു സ്ഥാപനത്തിന് MD മാത്രം വിചാരിച്ചാൽ പോലല്ലോ, നിങ്ങളും കൂടിയാണല്ലോ ഇതിൻ്റെ ജീവാത്മാക്കളും പരമാത്മാക്കളും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ലേഡീസിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ നൽകുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കോലത്തിൽ ചീമുട്ട അഭിഷേകം നടത്തി. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ AGC ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. സ്വരാജ് റൗണ്ടിലൂടെ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമുട്ടായി. ഇതിനിടയിൽ പ്രവർത്തകരിൽ ഒരാൾ പോലീസിന്റെ ലാത്തി പിടിച്ചെടുത്തു. ഇത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചെങ്കിലും പോലീസ് സംയമനം പാലിച്ച് സ്ഥിതി ശാന്തമാക്കി. തുടർന്നുള്ള പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറിമാരായ സുശീൽ ഗോപാൽ, ജെറോം ജോട്ട് എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം കിളിമാനൂരിൽ നടന്ന വാഹനാപകടത്തിൽ കട്ടിലപ്പൂവം സ്വദേശിയായ യുവാവ് മരിച്ചു. കറപ്പൻ ചിറക്കത്ത് താമസിക്കുന്ന പതിയാൻ ഡേവിസ് മകൻ 26 വയസ്സുള്ള ജിത്തുവാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മേക്കനാമറ്റം വീട്ടിൽ അമൽ, ഡ്രൈവർ
ഇടപ്പറമ്പിൽ ഷാജി എന്നിവർ പരിക്കുകളോടെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ മാറ്റാമ്പുറത്ത് മാർവൽ ഏജൻസി ജീവനക്കാരായ ഇവർ കടകളിലേക്ക് ഉൽപ്പന്നങ്ങളുമായി പോയപ്പോഴാണ് അപകടം സംഭവിച്ചത്. മടവാക്കരയിൽ തനിച്ചു താമസിക്കുന്ന വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മടവാക്കര സ്വദേശി പുലിയേടത്തുപറമ്പിൽ 89 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം കണക്കാക്കുന്നു. വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ചെങ്ങാലൂരിൽ താമസിക്കുന്ന മകൻ മുരളീധരൻ മടവാക്കരയിലെ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ച് വീടിനകത്ത് കടന്നു. ചുമരിൽ ചാരി കട്ടിലിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. ഇടത് ചെവിയോട് ചേർന്ന് ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. വീടിന്റെ 2ാം നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടന്ന നിലയിലാണ്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന അനന്തുവിന്റെ ജാമ്യാപേക്ഷ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ കുറ്റകൃത്യം ആവർത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി. ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പൂവത്തൂർ സെന്ററിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പൂവത്തൂരിലെ പഴയ പോലീസ് സ്റ്റേഷൻ സമീപമുള്ള വർക്ക്ഷോപ്പിലെ ജീവനക്കാരൻ പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളി കൊഴിഞ്ഞപറമ്പിൽ വീട്ടിൽ 48 വയസ്സുള്ള പ്രേംകുമാറാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പൂവത്തൂർ സെന്ററിൽ വെച്ച് അപകടമുണ്ടായത്. തൃശൂർ ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസ്സുമായി പ്രേംകുമാർ ഓടിച്ചിരുന്ന ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രേംകുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിജെപിക്കെതിരെ വീണ്ടും കള്ളപ്പണ ആരോപണവുമായി മുൻ ഓഫീസ് സെക്രട്ടറി. അടിസ്ഥാന വിരുദ്ധമെന്ന് ബിജെപി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഹോട്ടൽ, മറ്റ് ഭക്ഷണ വിതരണശാലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. കള്ളുഷാപ്പിൽ അതിക്രമം. മാനേജരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കൊടകര വട്ടേക്കാട് കൊലപാതക കേസിലെ പ്രതിയായ സുധീഷും 2 കൂട്ടാളികളും അറസ്റ്റിൽ. പ്രതികൾ റിമാൻഡിലേക്ക്. ചേർപ്പിൽ ട്രാഫിക് ഡ്യൂട്ടിക്കിടെ ഹോംഗാർഡിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.